ഇപ്പോൾ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. ഒരുപാട് എന്നെ പോലുള്ളവർക്ക് പറയാനുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിലെ രണ്ട് പ്രത്യേകത കണ്ടിട്ടുള്ളത്, ഒന്ന് അദ്ദേഹം ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിരുന്നില്ല, അദ്ദേഹം രാജ്യസഭയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഏതൊരു ജനപ്രതിനിധിയെയും ഇത്രമാത്രം ബഹുമാനിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം എല്ലാ ജനപ്രതിനിധികളോടും, പഞ്ചായത്ത് അംഗം മുതൽ പാർലമെൻറ്റ് അംഗം വരെയുള്ള എല്ലാ ജനപ്രതിനിധികളെയും വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും അവർക്കൊക്കെ അപ്പോയിൻമെൻ്റ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ഉദാര സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. MP ധനകാര്യമന്ത്രി എന്നപ്പോൾ ഞാൻ MP ആയിരുന്നു. അടുത്തൊരു അപ്പോയിൻമെൻ്റ് ചോദിച്ചാൽ ബഡ്ജറ്റ് നിർമ്മാണ വേളയിൽ പോലും അദ്ദേഹം അപ്പോയിൻമെൻ്റ് വരും. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, എല്ലാ MP മാർക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ MP അത് ഡോക്ടർ മൻമോഹൻ സിംഗ് മാത്രമായിരുന്നു. രണ്ടാമത്തത്, അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനം എല്ലാം കഴിഞ്ഞ് നേരെ ധനകാര്യമന്ത്രിയായതാണ്. കോൺഗ്രസിൻ്റെ താഴെ തട്ടിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ മരണം വരെ അച്ചടക്കമുള്ളൊരു കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പോലെ പാർട്ടി അച്ചടക്കം പരിപാലിച്ച മറ്റു നേതാവില്ല എന്ന് തന്നെ പറയാം. പാർട്ടിയുടെ ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറം അദ്ദേഹം ചലിച്ചിട്ടില്ല. ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് സാമ്പത്തിക മേഖലയിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തുകയാണ്. പക്ഷെ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്, സാമ്പത്തിക ഉദാരവൽക്കരണം അദ്ദേഹം സാധാരണക്കാരനെ മറന്നുകൊണ്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല. ഇപ്പോൾ ഈ ധനകാര്യ രംഗത്തിന് മാറ്റം വരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം എപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞത്, ലാഭത്തിലോടുന്നതും ലാഭത്തിലോടിക്കാൻ സാധ്യതയുള്ളതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ അതിൽ തന്നെ നിലനിർത്തണം, എന്നാൽ കനത്ത നഷ്ടത്തിലേക്ക് പോകുന്നത് മാത്രമേ പ്രൈവറ്റൈസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. രണ്ടാമത്തത്, പ്രധാനമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ, അതിൽ ഏറ്റവും പരമപ്രധാനം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ്. അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ എഴുതി തള്ളാനെടുത്ത തീരുമാനം. മൂന്നാമത്തത് വിവരാവകാശ നിയമം, 2005 അദ്ദേഹം കൊണ്ടുവന്ന വിവരാവകാശ നിയമം. അതുപോലെ തന്നെയാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും ഉണ്ടാവും ഈ പദ്ധതികളിലൂടെ. വളരെ സോഫ്റ്റായിട്ടാണ് എല്ലാവരോടും പെരുമാറിയിരുന്നതെങ്കിലും നയങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആണവ കരാറിൻ്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചിട്ട് പോലും, സർക്കാരിൻ്റെ ഭാവി തുലാസിലായിരുന്നിട്ട് പോലും അദ്ദേഹം അക്കാര്യത്തിൽ വഴങ്ങിയില്ല. അതിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടെങ്കിലും അതിനെയെല്ലാം അദ്ദേഹം തള്ളിക്കളഞ്ഞു. അദ്ദേഹം പാർലമെൻറ്റിനെ ധൈര്യത്തോടെ ഫേസ് ചെയ്ത് പാർലമെൻറ്റിൻ്റെ വിശ്വാസം അദ്ദേഹം നേടിയെടുത്തു. ശ്രീ സോമനാഥ് ചാറ്റർജിയെ പോലെ അന്ന് സഭയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിൻ്റെ പോലും പിന്തുണ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ശക്തമായിട്ട് ലഭിക്കേണ്ടായി. സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പാർട്ടിക്ക് വേണ്ടി അദ്ദേഹത്തിനാൽ കഴിയുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്ന 2019 ഞാൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, എന്നെ അനുമോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ കോൺഗ്രസ്സുകാരോട് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനം കടപ്പെട്ടിരിക്കുന്നു. കാരണം രാഹുൽ ഗാന്ധിയെ നിങ്ങളാണ് ലോക്സഭയിലേക്ക് അയച്ചത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ലോക്സഭയിൽ കേരളത്തിൽ പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് അഭിനന്ദനമാണ്. ഒന്ന്, എന്നെ പേഴ്സണലായി അഭിനന്ദിച്ചും, രണ്ട്, രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചുള്ള സന്തോഷം. മാത്രമല്ല, അവശരായിരുന്ന ഘട്ടത്തിൽ പോലും പാർലമെൻറ്റിൽ വോട്ട് രേഖപ്പെടുത്താൻ വീൽ ചെയറിൽ പോലും അദ്ദേഹം വന്നു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാവിനപ്പുറം സാമ്പത്തിക വിദഗ്ധനായി അദ്ദേഹത്തെ അംഗീകരിക്കപ്പെടുമ്പോഴും പിന്നീട് അദ്ദേഹം അവഗണിക്കപ്പെട്ടു എന്നുള്ള തോന്നലുണ്ട്? ഇല്ല, കാരണം പിന്നീട് കോൺഗ്രസിന് അധികാരം കിട്ടിയിട്ടില്ലല്ലോ. ഭരണം ലഭിച്ചാലും മൻമോഹൻ സിംഗിനെ തന്നെയായിരിക്കും കോൺഗ്രസ് എന്ന് അവരോധിക്കുക. കാരണം അത്രയേറെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന്, പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിന് അദ്ദേഹത്തിനോടുള്ള ബഹുമാനം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയുടെ അച്ചടക്കത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും അദ്ദേഹം പുറകോട്ട് പോയിട്ടില്ല.
എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വയം മാറുന്നത് വരെ അദ്ദേഹത്തിന് പാർട്ടി, ഇപ്പോൾ ആസാമിലായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നപ്പോൾ ആസാമിലായത്. പിന്നീട് ആസാമിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ രാജസ്ഥാനിൽ നിന്നും ആണ് രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പാർട്ടി അദ്ദേഹത്തിനോട് എല്ലാ കാലത്തും സ്നേഹം കാണിച്ചു. അദ്ദേഹം 100% പാർട്ടിയോട് കൂറും കാണിച്ചു. അതുകൊണ്ട് അങ്ങനെ ബന്ധമായിട്ട് അദ്ദേഹം പാർട്ടിയായിട്ടുണ്ടായിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ കേരളത്തിന് പുറത്ത് 2019 ശേഷവും പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നാണ്. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിനോടൊപ്പം സഖ്യത്തിൽ മത്സരിച്ച് CPM-ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ തീരുമാനമാണെന്ന് എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJPക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന്. അപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ട് അത് UDF ആണ്. കാരണം പിണറായി എപ്പോഴും വിമർശിക്കുന്ന മോഡീനെ അല്ലല്ലോ, അത് വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയല്ലേ. അപ്പോൾ കേരളത്തിൽ അതിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടിയിട്ടില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് CPM-ന് അവരുടെ സഹായം കിട്ടിയിട്ടുണ്ട്. അതവരുടെ ഒരു ദേശീയ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അതിന് മുമ്പുള്ള ഇലക്ഷനൊന്നും അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. അപ്പം ഞാൻ 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിന് മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടില്ല. 2019 മുതൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് നയത്തിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, തൃശ്ശൂർ മേയർക്കെതിരെ VS സുനിൽകുമാർ ഇപ്പം പ്രതികരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ മേയർക്ക് BJPയോടാണ് കൂറ്. അല്ല, അതിപ്പോൾ എന്നാ ഇലക്ഷൻ കാലത്ത് മനസ്സിലായില്ലേ കൂറെന്താണ്? ഇലക്ഷൻ കാലത്ത് കോർപ്പറേഷനിൽ ചെന്ന് അദ്ദേഹത്തിനെ അടുത്ത് പിടിച്ചിരുത്തി സൽക്കരിച്ച് അദ്ദേഹം പ്രഗത്ഭനായൊരു പാർലമെൻറ്റേറിയനാണ് എന്ന് പറഞ്ഞല്ലോ. കാരണം അദ്ദേഹം നോമിനേറ്റഡ് MP ആയിരുന്നപ്പോൾ എന്തോ ഫണ്ടൊക്കെ അവിടെ കൊടുത്തു അത്രേ. അതേസമയത്ത് ഇലക്റ്റഡ് MP ആയിട്ടുള്ള പ്രതാപൻ എന്നെ ഒന്നും സഹായിച്ചിട്ടില്ല. സഹായം മുഴുവൻ സുരേഷ് ഗോപിയാണ് കിട്ടിയെന്ന് പറഞ്ഞു. അത് വളരെ വ്യക്തമല്ല അന്ന് തന്നെ. മേയറെ മാറ്റണം എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് CPM. ഏതായാലും അവരെ വിശ്വാസം കൊണ്ട് വരട്ടെ CPI-ക്കാർ, ഞങ്ങൾ പിന്തുണയ്ക്കാം. മറ്റൊരു കാര്യം, ഈ UDF-ൽ നിന്ന് അടുത്ത മുഖ്യമന്ത്രി അതാണ് യോഗ്യൻ. രമേശ് ചെന്നിത്തല ഇപ്പൊ ഏതായാലും ദുഃഖാചരണം നടക്കുന്നതുകൊണ്ട് ആ വിഷയത്തിൽ ഇപ്പൊ പ്രതികരിക്കുന്നില്ല. സമുദായ നേതാക്കളുടെ യോഗങ്ങൾക്കൊക്കെ രമേശ് ചെന്നിത്തല പോയി തുടങ്ങിയിട്ടുണ്ട്. അണിയറ ഒരുക്കം തുടങ്ങുവാണോ? സമുദായ നേതാക്കന്മാർ വിളിക്കുമ്പോൾ എല്ലാവരും പോകാറുണ്ട്. എന്നെയും വിളിക്കാറുണ്ട്, ഞാനും പോകാറുണ്ട്. ഇപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രതികരണം വരാൻ കാരണം ചെന്നിത്തലയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ VD സതീശനോടുള്ള എതിർപ്പ്? ഞാൻ പറയട്ടെ, NSS-ന്റെ എല്ലാ വർഷവും പരിപാടികളിൽ മുഖ്യാതിഥിമാരായി പല കോൺഗ്രസ്സുകാരെയും ക്ഷണിച്ചിട്ടുണ്ട്. 90 ജനുവരി 2 ഞാൻ ചടങ്ങിൽ അന്ന് രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചു. പിന്നീട് അതിനു മുമ്പ് തന്നെ ശ്രീ K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, ശശി തരൂർ. അപ്പോൾ അതിൻ്റെ പരിപാടിയിൽ മന്നൻ ജയന്തിക്ക് മുഖ്യാതിഥികളായി വന്നിട്ടുള്ള കോൺഗ്രസ്സുകാരായിരുന്നു. ആകെ ശ്രീധരൻപിള്ള മാത്രമാണ് ഒരു BJP-കാരൻ ക്ഷണിച്ചത്. കാരണം അന്ന് ലീഗൽ അഡ്വൈസറായിട്ട് ശ്രീധരൻപിള്ള ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ വിളിച്ചത്. BJP-ക്കാർ സാധാരണ അവിടെ പോവാറുണ്ട്. CPM-ൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുരേഷ് കുറുപ്പ് ഒരിക്കൽ പോയി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ മഹാഭൂരിപക്ഷം കോൺഗ്രസിനെ വിളിക്കാറ്. അപ്പോൾ അതിൽ ഇത്തവണ അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. വിളിക്കുന്നതിനപ്പുറം വലിയ വിമർശനം VD സതീശനെതിരെ ഉന്നയിക്കുന്നു. NSS ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, VD സതീശനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതേ എല്ലാവരും പറയാറുണ്ട്. വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വിമർശനങ്ങൾ വ്യക്തിപരമാവാൻ പാടില്ല എന്നുള്ള നിലപാട് മാത്രമേ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. ഇവിടെ 2013 ശേഷം 11 വർഷങ്ങൾക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല പരിപാടി പങ്കെടുക്കുന്നത്. അല്ല, അതിപ്പോൾ അവരാണല്ലോ ക്ഷണിക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത്. അവരാണ് ക്ഷണിക്കേണ്ടത്. അങ്ങനെ രമേശിനെ ക്ഷണിച്ച് എന്ന് വിചാരിച്ചിട്ട് ഭാവിയിൽ മറ്റുള്ളവരെ ക്ഷണിക്കില്ല എന്നതിൻ്റെ അർത്ഥമില്ലല്ലോ. ഒരിക്കൽ ക്ഷണിച്ചാലും പിന്നെ അവരടുത്ത തവണ മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കാറില്ല. അപ്പോൾ അതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. അതിന് ചർച്ചയാക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങളൊരു കാലത്തും സാമുദായിക നേതാക്കന്മാർക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങളെ വിമർശിക്കുമ്പോഴും ഞങ്ങൾ തിരിച്ചൊന്നും പറയാറില്ല.
അതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊന്നും ഇതുവരെയുള്ളതിലൊന്നും ഒരു തെറ്റുമില്ല. അതിനെ മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യമുള്ള മിഞ്ഞാന്ന് ക്രിസ്മസിൻ്റെ തലേന്ന് പാലയൂർ പള്ളിയിലുണ്ടായ സംഭവങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണം. കാരണം ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രി എല്ലാവർക്കും അറിയാം, രാത്രിയിലാണ് യേശുദേവൻ ജനിച്ചത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ആഘോഷങ്ങൾ രാത്രി കാലങ്ങൾ ഉണ്ടാകും. ഒരു പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും, മെയിൻ റോഡുമായിട്ട് ഒരുപാട് ദൂരെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്ത് കരോളുണ്ടെങ്കിലും പുറത്തറിയില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് എന്തിനാണ് ചെന്നിട്ട് ബഹളം ഉണ്ടാക്കിയത് മനസ്സിലാവുന്നില്ല. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണം. അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കണം. ഓക്കെ.